ഒരു പട്ടണം മുഴുവൻ ഇളകി, പട്ടണത്തിൻ്റെ അടുത്തുള്ളതായി ഒരുപാട് ആൾക്കാർ ഇളകി. ഒരു ദിവസം യേശുവിൻ്റെ അടുക്കലേക്ക് അതിരാവിലെ സ്തോത്രം ഹനൂക്ക എന്ന ഉത്സവ ദിവസത്തിൽ യേശുവിൻ്റെ അടുക്കലേക്ക് ഒരു സ്ത്രീയെ കൊണ്ടുവരികയാണ്. ഇരുട്ടിൽ ചെയ്ത പാപത്തിൽ പിടിക്കപ്പെട്ട ഒരു പെണ്ണിനെയും കൊണ്ട് ഒരു കൂട്ടർ കടന്നു വന്നു. അവർ ഇപ്രകാരം പറഞ്ഞു, ഞങ്ങളുടെ ന്യായപ്രമാണം പറയുന്നു ഇവളെ സ്തോത്രം കല്ലെറിഞ്ഞ് കൊല്ലണം. ഞങ്ങളെ ന്യായപ്രമാണം പറയുന്നു അവൾക്ക് ആ കുഴപ്പമുണ്ട്, അവൾക്ക് ആ കുഴപ്പമുണ്ട്, അവൾക്ക് ആ കുഴപ്പമുണ്ട്, അതുകൊണ്ട് കല്ലെറിഞ്ഞ് കൊല്ലണം. ഇന്ന് മതം പറയുന്നത് സ്തോത്രം അതെ അവന് ആള് ശരിയല്ല, അവൾ ആര് ശരിയല്ല, അങ്ങനെ അവർക്ക് ആ കുഴപ്പമുണ്ട്, ഇവർക്ക് ഈ കുഴപ്പമുണ്ട്. മതം കൊല്ലും, ആത്മാവ് ജീവിപ്പിക്കും. ഞാൻ ഒളിമ്പിക് പ്രസിഡൻ്റ് ആയിരുന്നെങ്കിൽ കല്ലെറിയുന്ന ഒരു സ്പോർട്സ് കൂടെ ഒളിമ്പിക്സിൽ ഉൾപ്പെടുത്തുമായിരുന്നു. ഗോൾഡ് മെഡൽ എല്ലാ വർഷവും കേരളത്തിൽ തന്നെ വരുമായിരുന്നു. മറ്റുള്ളവരെ കല്ലെറിയുവാൻ എന്തോ മിടുക്കെന്നറിയോ, മറ്റുള്ളവരെ തകർക്കാൻ എന്തോ മിടുക്കെന്നറിയോ, മറ്റുള്ളവരെ കല്ലെറിവാൻ മറ്റുള്ളവരെ. ഞാൻ തിരിച്ചു ചോദിക്കട്ടെ, എത്ര എണ്ണത്തെ നീ പണിതിട്ടുണ്ട്? എത്ര എണ്ണത്തിൻ്റെ കണ്ണുനീർ നീ തുടച്ചിട്ടുണ്ട്? എത്ര എണ്ണത്തിനെ ആശ്വസിപ്പിച്ചിട്ടുണ്ട്? എത്ര എണ്ണത്തിനെ റിസ്റ്റോർ ചെയ്തിട്ടുണ്ട്? എത്ര ദൈവദാസന്മാരെ ദൈവകൃപകൾ തിരിച്ചു കൊണ്ടുവന്നിട്ടുണ്ട്? എൻ്റെ കർത്താവ് പൊളിക്കുന്നവനല്ല, കർത്താവ് പണിയുന്നവനാണ്. മറ്റുള്ളവരെ കല്ലെറിവാൻ ദൈവം നിന്നെ വിളിച്ചിട്ടില്ല. ഹേ ബ്രദർ, എങ്ങനെ പറയാൻ കഴിയും മറ്റുള്ളവരെ കല്ലെറിവാൻ വിളിച്ചിട്ടില്ലെന്ന്? കാരണം ഉയർത്തിയ കല്ലിനും ആ പെണ്ണിനും മധ്യത്തിൽ എഴുന്നേറ്റുന്നെന്ന് എൻ്റെ കർത്താവ് പറഞ്ഞു, നിന്നിൽ പാപമില്ലാത്തവർ അവളെ കല്ലെറിയട്ടെ. ഹേ തിരുവനന്തപുരക്കാരെ, പാപമില്ലാത്ത അമ്മാമ്മമാർ, പാപമില്ലാത്ത ചേച്ചിമാർ കല്ലെറിയട്ടെ. സ്തോത്രം. മറ്റുള്ളവനെ കല്ലെറിവാൻ ദൈവം വിളിച്ചിട്ടില്ല.